ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ച് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ കൊടുക്കണമെന്ന് പാകിസ്ഥാൻ നിർദ്ദേശിക്കുന്നത്. ട്രംപ് പറയുന്നതാണെങ്കിൽ 4-5 തവണ തനിക്ക് ഇതിനു മുൻപും പല കാര്യങ്ങളിൽ നൊബേൽ കിട്ടേണ്ടതായിരുന്നു, പക്ഷെ കിട്ടില്ല, അത് ലിബറലുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ വലിയ തമാശയായിട്ട് തോന്നി ഈ സാഹചര്യത്തിൽ ട്രംപ് അത്തരത്തിലൊരു കമൻറ്റ് നടത്തുന്നത്. പാകിസ്ഥാൻ കരസേനാ മേധാവിക്കാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം വിരുന്നു കൊടുത്തിരുന്നു ട്രംപ്, അതിൽ വീണുപോയതാണോ? അല്ല, പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇദ്ദേഹം എനിക്കിത് കിട്ടുന്നില്ല, എനിക്ക് നേരത്തെ കിട്ടേണ്ടതായിരുന്നു, ഇതൊക്കെ അല്ലെങ്കിലും എനിക്ക് കിട്ടുന്നില്ല, ഇതൊക്കെ മുഴുവൻ ലിബറലുകൾക്ക് മാത്രം കൊടുക്കുന്ന സമ്മാനമാണ് എന്ന് അദ്ദേഹം പറയുന്നത് ആഫ്രിക്കയിൽ വെച്ചാണ്. ഈ കോങ്കോയും റോണ്ടയും തമ്മിൽ എന്തൊക്കെയോ ചില്ലറ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ പുള്ളി പോയി അത് പരിഹരിച്ചു എന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഞാനാണ് പരിഹരിച്ചെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതേപോലെ അപ്പോൾ ഇത്രയും ഒരു എക്സലൻറ്റ് ഡീൽ അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഡീൽ ഉണ്ടാക്കി കോങ്കോയ്ക്കും റാൻഡയ്ക്കും ഇടയിൽ. പക്ഷേ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് തരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് നോമിനേഷൻസ് പോയിട്ടുണ്ട്, പക്ഷേ അതൊന്നും നടന്നില്ല. മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഷിൻസോ ആബെ ജാപ്പനീസ് പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തിരുന്നു, അദ്ദേഹം പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ ആബെ അത് ഇതുവരെ എൻഡോസ് ചെയ്തിട്ടില്ല. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നൊബേൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളുടെ പേര് 50 വർഷം കഴിഞ്ഞിട്ട് ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ. ഇവരുടെ ഇതുണ്ടല്ലോ സ്വീഡിഷ് അക്കാഡമിയുടെ നിയമപ്രകാരം. എനിക്ക് പറയാം എന്നല്ലാതെ ആ കൊടുത്ത ആൾക്കത് ഞാൻ കൊടുത്തു എന്ന് പറയാമെന്നല്ലാതെ അതിന് തെളിവൊന്നുണ്ടല്ലോ. 50 വർഷം കഴിഞ്ഞിട്ട് നമുക്കതിന് തെളിവ് കിട്ടുള്ളൂ. ഇദ്ദേഹം കഴിഞ്ഞ ടേമിൽ അധികാരത്തിലിരിക്കുമ്പം പലരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് എബ്രഹാം അക്കോർഡാണ് ഏറ്റവും പ്രധാനം. ഈ UAE, ബഹ്റിൻ, സുഡാൻ, മൊറോക്കോ ഈ രാജ്യങ്ങൾ ഇസ്രായേലുമായി ഉണ്ടാക്കിയ കരാർ, അതിൻ്റെ ശില്പി എന്നുള്ള നിലയിൽ നൊബേൽ പീസ് പ്രൈസിന് നിശ്ചയമായിട്ട് അർഹനായ ആളാണ് ഞങ്ങളുടെ ട്രംപ് എന്ന് പറഞ്ഞിട്ട് പലരും നോമിനേറ്റ് ചെയ്തു. അതേപോലെ കൊസോവോ സെർബിയ പ്രശ്നം, അത് പരിഹരിക്കുന്നതിൽ അദ്ദേഹം ഇടപെട്ടു. അതും ഈ 2 സംഗതികൾ മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം നൊബേൽ പ്രൈസ് ആളുകൾ ശുപാർശ ചെയ്യുന്നത്. ഇത്തവണ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത്തവണ ഇപ്പോൾ കൊസോവോ റുവാൻഡ അത് ഇന്നലെയാണത് സംഭവിക്കുന്നത്. അതിൻ്റെ പേര് യുക്രൈൻ റഷ്യയിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞത്. അപ്പോൾ യുക്രൈൻ റഷ്യ വാർ വിത്തിൻ മിനിറ്റ്സ് ഞാൻ പരിഹരിക്കുന്നു പറഞ്ഞ ആളാണത്. അപ്പോൾ അതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ യുക്രൈനിയൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിലായിരുന്നു, പൂര ചീത്തയാണ്, പരസ്യമായിട്ട് പത്രക്കാരുടെ മുമ്പിൽ ചീത്ത പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് പിന്നെ നൊബേൽ പ്രൈസ് കിട്ടണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹിക്കാം, പക്ഷേ കിട്ടുമല്ലോ. പക്ഷേ നൊബേൽ പ്രൈസ് അത് അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കൊടുക്കപ്പെടുന്ന അഭിപ്രായം എനിക്കില്ല. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് മുമ്പ് ഇത് കിട്ടിയിട്ടുണ്ട്. റൂസ്വെൽറ്റിന് കിട്ടിയിട്ടുണ്ട്, വുഡ്രോ വിൽസന് കിട്ടിയിട്ടുണ്ട്, ജിമ്മി കാർട്ടറിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജിമ്മി കാർട്ടറിന് കിട്ടിയത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴല്ല, പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിൽ. ബാക്കി 2 ആളുകളും പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പ്രസിഡന്റ് പദവിയിൽ, ഇപ്പോൾ ലീഗ് ഓഫ് നാഷണൽ രൂപീകരണമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളിലാണ്. പക്ഷേ ജിമ്മി കാർട്ടർ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് പിന്നെ കാർട്ടർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു NGO രൂപീകരിക്കുന്നുണ്ട് ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് വേണ്ടിയിട്ട്. ആ കാർട്ടർ സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഒബാമക്ക് കിട്ടുന്നത് 2002 അല്ലേ, 2008. എനിവേ, ഒബാമയുടെ അദ്ദേഹത്തിൻ്റെ ടെനർ അദ്ദേഹം പ്രസിഡൻ്റായിട്ട് പിന്നെ 1 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അത് ഭയങ്കരമായി വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് നൊബേൽ പ്രൈസ് കൊടുക്കണം, എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകണമല്ലോ, ഒരു പെർഫോമൻസ് ഉണ്ടാകണമല്ലോ. പെർഫോം ചെയ്യുന്നതിൻ്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് കൊടുത്തു. ഒബാമക്ക് കൊടുത്തത് വേറെ ചില ഗെയിമിൻ്റെ ഭാഗമാണെന്ന വിമർശനം അതിപ്പോഴും ഉണ്ട്. ആ വിമർശനത്തെ ഈ അക്കാഡമി, സ്വീഡിഷ് അക്കാഡമി അവർക്ക് ശരിയായ വിധം ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നൊബേൽ പ്രൈസ് കൊടുക്കുന്നതിൽ പലവിധ രാഷ്ട്രീയ താല്പര്യങ്ങളും പലതരത്തിൽ, പ്രത്യേകിച്ച് നൊബേൽ പ്രൈസ് കേട്ടോ, ഈ സയൻസും ലിറ്ററേച്ചറൊക്കെ ബന്ധപ്പെട്ട അത്ര ആരോപണങ്ങളില്ല. നൊബേൽ പീസ് പ്രൈസുമായി ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രീയമായ പലതരത്തിലുള്ള താല്പര്യങ്ങൾ അതിൽ പ്രവർത്തിക്കാറുണ്ട് എന്ന വിമർശനം വളരെ വ്യാപകമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ട്രംപിന് കിട്ടൂല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ട്രംപ് അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഞാനിത് ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ഈ സെലൻസ്കിയെ വിളിച്ച് ചീത്ത പറഞ്ഞതാണോ, ഈ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന ഈ ശരിക്കും റുവാൻഡയും കോങ്കോയും തമ്മിലുണ്ടായ കരാർ അതങ്ങനെ വലിയൊരു സംഗതിയൊന്നുമില്ല. അവിടുത്തെ ചില മിലീഷ്യകൾ തമ്മിലുള്ള ചില ഇഷ്യൂസ് ആയിരുന്നു. അത് ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾ ഇടപെടാതെ തന്നെ തീരാവുന്ന പ്രശ്നമാണ്. നൊബേൽ പ്രൈസ് ട്രംപിന് കിട്ടുകയാണെങ്കിൽ
ട്രംപിൻ്റെ ഇത് പ്രൊഫൈൽ വരും, പക്ഷേ അക്കാഡമിയുടെ നൊബേൽ പ്രൈസ് എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് ആളുകൾ ട്രോളാൻ തുടങ്ങുന്നേ ഉള്ളൂ അത് സംഭവിക്കാൻ പോകുന്നത്. യെസ്, അജിം സർ, ഇവിടെ ഇന്ത്യ ഇപ്പോഴും ഫ്രണ്ട് പറയുന്നത് അവരെല്ലാം എന്ന് വെച്ചാൽ അമേരിക്ക ഇടപെട്ടിട്ടില്ല, മൂന്നാമതൊരാളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണല്ലോ. അപ്പം ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് പിന്നെ പരിശോധിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഈ വാർത്തകൾ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകൾ ഏത് രീതിയിലായിരിക്കും ഇന്ത്യ കൈകാര്യം ചെയ്യുന്നത്? ട്രംപിന് നോബൽ പ്രൈസ് കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്തിട്ട് അതിലും വലിയ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓസ്ലോ കരാർ ഒപ്പിട്ടതിൻ്റെ പേരിൽ യാസർ അറാഫത്തിനൊപ്പം ഇസ്ഹാഖ് റബീന് കിട്ടിയിട്ടുണ്ട്, ഷിമോൺ പെരസിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റബീനും ഷിമോൺ പെരസും സമാധാനത്തിൻ്റെ വക്താക്കളായതുകൊണ്ടല്ലോ അവർക്ക് സമാധാനത്തിൻ്റെ നോബൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ആളുകൾക്ക്, ഒരു യുദ്ധം ചെയ്ത മനുഷ്യർക്ക്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക്, ഒബാമ യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ, യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി കിട്ടിയിട്ടില്ല. മഹാത്മാഗാന്ധിക്ക് കിട്ടാത്ത ഷിമോൺ പെരസിനും ഇസ്ഹാഖ് റബീനും കിട്ടുന്ന, ഒബാമയ്ക്ക് കിട്ടുന്ന നോബൽ പ്രൈസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ അതിൻ്റെ വേറൊരു കാര്യം കൂടിയാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ എന്തിനാണ് പാകിസ്ഥാൻ നോമിനേറ്റ് ചെയ്യുന്നല്ല പറയുന്നത്, പാകിസ്ഥാൻ എന്തിനാണ് ട്രംപിനെ നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് ഇന്ത്യക്കുള്ളൊരു ഡിപ്ലോമാറ്റിക് അടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യ കശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കില്ല, ഞങ്ങളുടെ പരമ്പരാഗത നിലപാടാണ് എന്ന് പറയുന്നു, നിരന്തരം പറയുന്നു. ട്രംപ് ഇടപെട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. വിക്രം മിശ്രി പറയുന്നു, ട്രംപിനെ പ്രധാനമന്ത്രി മോദി ടെലഫോണിൽ വിളിച്ച് 30 മിനിറ്റോളം സംസാരിച്ചു. ആ 30 മിനിറ്റ് സംസാരിച്ചപ്പോൾ കശ്മീർ വിഷയത്തിലെ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞു എന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുകയാണ്. അതേ G7 ഉച്ചകോടിയുടെ ഇടയിൽ തന്നെ, G7 ഉച്ചകോടി കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഫോണിൽ സംസാരിച്ചത്. G7 ഉച്ചകോടിയിൽ നിന്ന് പോരുന്ന വഴിക്ക് ഒന്ന് വൈറ്റ് ഹൗസിൽ വന്നിട്ട് പോകാമോ എന്ന് മോദിയോട് ചോദിച്ചു. അദ്ദേഹം വരില്ല, എനിക്ക് വേറെ പണിയുണ്ട്, വേറെ പോകാനുണ്ട്, എവിടെയാണ് ഈ ക്രൊയേഷ്യയിലെ മറ്റു പോകാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നതാണ് പറയുന്നത്. ഇതേ ഉച്ചകോടിക്ക് ശേഷമാണ് പാകിസ്ഥാൻ പട്ടാള മേധാവി ആസിം മുനീറിനെ ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് വിളിക്കുന്നത്. ആ വൈറ്റ് ഹൗസിൽ വിളിക്കുന്നതിന് മറ്റ് പല ജിയോ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒന്നാമത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇനി എങ്ങാനും ഇറങ്ങേണ്ടി വന്നാൽ പാകിസ്ഥാൻ്റെ ഭൂമി ഇറാൻ അധിനിവേശത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊക്കെ ആയിരിക്കും ചിന്തിച്ചത്. അവിടെ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. പാകിസ്ഥാനിൽ ഒരു സിവിലിയൻ ലീഡർഷിപ്പ് ഇപ്പോൾ ഉണ്ട്. ഷഹബാസ് ഷെരീഫ് എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിവിലിയൻ ലീഡറുള്ള ഒരു രാജ്യത്ത് നിന്ന് ഒരു പട്ടാള മേധാവിയെ ഇങ്ങനെ ഒരു അത്താഴത്തിന് ക്ഷണിക്കുന്നത്. അപ്പോൾ മുമ്പ് പട്ടാള മേധാവികൾ വന്നിട്ട്, ഇപ്പോൾ യഹിയ ഖാൻ, അയൂബ് ഖാൻ, പർവേസ് മുഷറഫ്, ഇവരൊക്കെ ഈ അത്താഴവിരുന്ന് വേണം. ആ സമയത്തൊക്കെ അവിടുത്തെ ഡിഫാക്ടോ ലീഡേഴ്സാണ്. അവർ പട്ടാള അട്ടിമറിയിലൂടെ ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതല്ലാതെ ഒരു സിവിലിയൻ സർക്കാർ നിലനിൽക്കെ അവിടുത്തെ പട്ടാള മേധാവിയെ വൈറ്റ് ഹൗസിൽ വിളിച്ച് വിരുന്ന് കൊടുക്കുക, മിലിറ്ററി സഹകരണത്തെക്കുറിച്ച് സംസാരിക്കുക. മിലിറ്ററി സഹകരണം എന്ന് വെച്ചാൽ ഏത് ട്രംപ് സംസാരിക്കുന്ന ഓർക്കണം. ട്രംപിൻ്റെ ഒന്നാമത്തെ ടേമിൽ പാകിസ്ഥാന് താലിബാനെ എതിർക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ട് വെട്ടിക്കുറച്ചു. ഇനി 10 പൈസ തരില്ല, നിങ്ങൾക്ക് കാശ് തന്ന് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഇൻസൈഡ് ഭീകര സംഘടനകൾ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് വിമർശിച്ച് അവർക്ക് പണം കൊടുത്തില്ല. പണം കട്ട് ചെയ്ത ട്രംപാണ് ഇപ്പോൾ വിളിച്ചിട്ട് സഹകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ അവിടെ ആലോചിക്കുന്നത് ഈ ട്രംപ് ചെയ്യുന്നതിൻ്റെ അതിക്രിയകളെക്കുറിച്ചല്ല, നമ്മുടെ ഡിപ്ലോമസി എന്താണെന്നുള്ളതിനാണ്. കഴിഞ്ഞ 10 വർഷമാണ് ഞാൻ മുമ്പ് പോലോട്ട് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഡിപ്ലോമസി പല ഫ്രണ്ടുകളിൽ, പല മുന്നണികളിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചൈനയുടെ വിഷയം നമുക്കറിയാം, ചൈന നമ്മൾ വളർന്നതറിയാം. എന്ന് മാത്രമല്ല, ഗ്ലോബൽ സ്റ്റേജിൽ ഇന്ത്യക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാച്ചർ ഇപ്പോഴില്ല. ഈ സത്യം തുറന്ന് പറയാൻ ഇന്ത്യയിലെ കരിയർ ഡിപ്ലോമാറ്റുകൾ തയ്യാറല്ല. അത് ആരും മിണ്ടാറില്ല അതിനെപ്പറ്റി. അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ ഭരണകൂടത്തോട് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് നമ്മൾ ആരും പിണക്കാൻ വേണ്ടിയല്ലല്ലോ പറയുന്നത്, നമ്മൾ യാഥാർത്ഥ്യം പറയുന്നതാണ്. നമുക്ക് ആ ഒരു സ്റ്റാച്ചർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, മൈ ഫ്രണ്ട് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി വിളിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയെ വൈറ്റ് ഹൗസിലേക്ക് വിരുന്നിന് ക്ഷണിക്കുന്നു. അതറിഞ്ഞിട്ടാണോ പ്രധാനമന്ത്രി പോകായിരുന്നെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അതായിരിക്കും ഒരു കാരണം. ചിലപ്പോൾ ഇത് ഞാൻ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി വൈറ്റ് ഹൗസിലേക്ക് വരിക, അല്ലെങ്കിൽ അതിന് ശേഷം വരിക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കിയതായിരിക്കും. പക്ഷേ എന്നാലും നമ്മളോട് അങ്ങനെ പെരുമാറുന്നതിന് പിന്നിൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഡിപ്ലോമസിയുടെ പ്രശ്നമാണത്. ആ ഡിപ്ലോമസിയുടെ പ്രശ്നം എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ട്രംപിന് നോബൽ സമ്മാനം കിട്ടില്ല എന്നുള്ളതല്ല, എങ്ങനെയാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സർവകക്ഷി സംഘത്തെ അയച്ചു. അതിൻ്റെ ഔട്ട്കം എന്താണ്? ആരെങ്കിലും വിലയിരുത്താറുണ്ടോ? നമ്മുടെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? നമ്മുടെ നയതന്ത്രജ്ഞൻ വിലയിരുത്തുന്നുണ്ടോ? അതിൻ്റെ ഒരു ആകത്തുക എന്താണ്? ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ശശി തരൂരും ജോൺ ബ്രിട്ടാസും ഉൾപ്പെടെയുള്ള സംഘം ലോകം മുഴുവൻ നടന്ന് ഇത് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി വിളിച്ച് വൈറ്റ് ഹൗസിൽ വിരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാ ചേട്ടാ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്.